ലോകകപ്പിന് മുന്നോടിയായി മഹാദൗത്യമായി സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്നതിനു മുന്നോടിയായി ഏറ്റവും വലിയ ദൗത്യവിസ്മയം എന്ന് വിശേഷിപ്പിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ തുടങ്ങി. വിവിധ സഭകളും മിനിസ്ട്രികളും വ്യത്യസ്ത നിലകളിൽ പങ്കാളികളാകുന്നുണ്ട്. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ വച്ചു നടക്കുന്ന ലോകകപ്പ് മത്സരങ്ങളിൽ യുകയിലുടനീളമുള്ള ചർച്ചുകളെയും വ്യക്തികളെയും ക്രിസ്ത്യൻ ചാരിറ്റിയായ ഹോപ്പ് ടുഗെദർ യുകെ പ്രോത്സാഹിപ്പിക്കുന്ന ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ പേർ കളിക്കുന്ന കായിക ഇനമാണ് ഫുട്ബോൾ. ടൂർണമെന്റിനോടനുബന്ധിച്ച് ഹോപ്പ് ടുഗെദർ ഫുട്ബോൾ ഗോസ്പൽ അനാച്ഛാദനം ചെയ്തു. ഗോൾ ഓഫ് ലൈഫ് എന്ന പേരിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സുവിശേഷ വിഭവമാണിത്. ഫുട്ബോൾ പ്രമേയമുള്ള ഉള്ളടക്കവും മുൻ പ്രൊഫഷണൽ ഫുട്ബോൾ താരം ഡാരിൽ റോസിന്റെ സാക്ഷ്യവും ഇതിൽ ഉൾപ്പെടുന്നു. 9 വയസ്സുള്ളപ്പോൾ മിഡിൽസ്ബറോ എഫ്സിയുടെ അക്കാദമിയിൽ ചേർന്ന ഡാരിൽ പ്രൊഫഷണലായി. വളരാൻ ഗാൽവേ യുണൈറ്റഡിൽ ചേരാനുള്ള തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുവെങ്കിലും കടുത്ത ഉത്കണ്ഠ, പരിഭ്രാന്തി, വിഷാദം എന്നിവ നേരിട്ടു. 18 വയസ്സിൽ മിഡിൽസ്ബറോയിൽ നിന്നും മാറി ഗാൽവേ യുണൈറ്റഡിൽ ചേർന്നു. അയർലൻഡിൽ പരിക്കുമൂലം കളിക്കളത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ ശൂന്യതയും നിരാശയുമായി മല്ലിട്ടു. അയാൾ മദ്യം, ചൂതാട്ടം, ലൈംഗികത എന്നിവയിലേക്ക് വീണു. ഈ നാളുകളിൽ മുൻ ഹെറോയിൻ അടിമയായിരുന്ന തന്റെ അമ്മാവൻ പലപ്പോഴും തനിക്കുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ താൻ ക്രിസ്തുമതത്തെ എതിർത്തിരുന്നു. പിന്നീട് ഒരു ഞായറാഴ്ച ചർച്ചിൽ പോകേണ്ട സ്ഥിതിയിലായി. അവിടെ വച്ച് യേശുവിന്റെ സുവിശേഷം ആദ്യമായി കേട്ടു. യേശു എന്നെ സ്നേഹിക്കുന്നുവെന്നും അവൻ എനിക്കുവേണ്ടി മരിച്ചുവെന്നും ആദ്യമായി കേട്ടു. ഇതേ തുടർന്ന് ക്രമേണ തന്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു മാനസാന്തരപ്പെട്ടു. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിട്ട ശേഷം റിഡംപ്ഷൻ ചർച്ച് സ്ഥാപിച്ചു. അതിന്റെ പാസ്റ്ററായി സേവനം അനുഷ്ഠിച്ചുവരുന്നു.